കാശിയിലെത്തിയ നേരെ പോണത് മഹാമായ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം അതിന് മുന്നിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രം അത്. അവിടെയും തൊഴുത് നേരെ പോണത് മാർക്കറ്റിലേക്കാണ്. കുറച്ച് പഴം വാങ്ങിക്കണം. ചാച്ചൻ്റെ കടയിൽ നിന്ന് പഴവും വാങ്ങിച്ച് ഇനി നേരെ പൂക്കടയൊക്കെയാണ്. പഴവും പൂവൊക്കെ എന്തിനാണ് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അച്ഛനും അച്ഛനൊക്കെ പറഞ്ഞതാണ് അതൊക്കെ. പിന്നെ ഗീതയിലുണ്ട്, പത്രം പുഷ്പം ഫലം തോയം ഹേമേ ഭക്ത്യ പ്രയച്ഛതി. ഏതെങ്കിലും ഒരു ഭക്തൻ ഏതെങ്കിലും ഇലയോ പൂവോ പഴമോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാനും വാങ്ങിച്ചൊരു തുളസിമാലയും മല്ലികമാലയും നേരെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി പണ്ഡിറ്റ്ജിക്ക് പൂവും പഴമൊക്കെ കൊടുത്ത് അമ്മേനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ കുറച്ചു നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് शिव को बेलपत्ता फूल धूप नहीं, नारायण को सब चढ़ा सकते, लक्ष्मी को सब चढ़ा सकते. അങ്ങനെ പണ്ഡിറ്റ്ജി പറഞ്ഞ അറിവൊക്കെ കേട്ട് അപ്പോഴത്തേക്കും പണ്ഡിറ്റ്ജി അമ്മേനെ ഒരുക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് പൂജ കഴിഞ്ഞ് നട തുറക്കാൻ വേണ്ടിയിട്ടൊരു കാത്തിരിപ്പുണ്ട്. നട തുറന്നു കഴിയുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉള്ള പോലെ തോന്നും. തീർത്തും പ്രസാദമൊക്കെ വാങ്ങിച്ച് നിവേദ്യത്തിനായിട്ടൊരു വെയിറ്റിംഗ് ഉണ്ട്. അമ്മയ്ക്ക് സമർപ്പിച്ച പഴവും പൂവും എല്ലാം നമുക്ക് തിരിച്ചൊരു നിവേദ്യമായിട്ട് തരും. അതും കഴിച്ച് എൻ്റെ